ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ വിപ്ലവം സൃഷ്ടിച്ച് നോർത്ത് ഇന്ത്യ കീഴടക്കുന്ന കാലമാണ്. ഇന്ന് ഓരോ ദിനത്തെയും കളക്ഷൻ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് 9-ാം ദിവസം കിട്ടിയിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ മാത്രം സിനിമ നേടിയത് 29 ലക്ഷം രൂപയാണ്. എന്നാൽ 9-ാം ദിവസം സിനിമ നേടിയ കളക്ഷൻ കാണുകയാണെങ്കിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും എന്ന് തന്നെ പറയാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. സിനിമ ആദ്യ ആഴ്ച നേടിയത് വളരെ കുറച്ച് തിയേറ്ററുകൾ, 34ഓളം തിയേറ്ററുകളിൽ നിന്ന് 29 ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ആഴ്ചയിൽ നേടിയത്. സ്വാഭാവികമായിട്ടും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന കളക്ഷൻ അത്രയൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ളൂ. 8-ാം ദിവസമായപ്പോഴത്തേക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നു. 140-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് 6-ാം ദിവസം ആഡ് ചെയ്യുന്നു. അടുത്ത ദിവസം ഏകദേശം 189ഓളം ഷോകൾ ആഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 8-ാം ദിവസം സിനിമ നേടിയത് 25 ലക്ഷം. അതായത് ആദ്യ ആഴ്ചയിൽ നേടിയതിന് സമാനമായ കളക്ഷൻ ഒരു ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു. 9-ാം ദിവസമായപ്പോൾ അവിടെ കൊടൂരമായ ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ നല്ല കളക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സിനിമ കൂടുതൽ തിയേറ്ററിലേക്ക് ഇറങ്ങാം അടുത്ത ആഴ്ച എന്ന ഒരു കാര്യം പറയുന്നു. പക്ഷേ ഞെട്ടിക്കുകയാണ്. 9-ാം ദിവസം 360-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യുകയും അമ്മാതിരി കൊടൂര തൂക്കം തൂക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ മാത്രം സിനിമ വന്നത് 2 ദിവസത്തെ കളക്ഷൻ്റെ മുകളിലാണ്. 2 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയും 8 ദിവസത്തെ കളക്ഷന് മുകളിലാണ്. 8 ദിവസമായി സിനിമ നേടിയത് 54 ലക്ഷം രൂപയാണെങ്കിൽ 9-ാം ദിവസം സിനിമ നേടിയത് 71 ലക്ഷം രൂപ. അതായത് ആദ്യ 8 ദിവസത്തെ കളക്ഷനും കടത്തിവെട്ടിയാണ്. അത്ഭുതകരം എന്ന് തന്നെ പറയാം. ഹിന്ദി സിനിമകൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അതായത് മാർക്കോ മേക്കിംഗ് വൈൽഡ് ഫയർ ഇൻ ഹിന്ദി ബോക്സ് ഓഫീസ് ആൻഡ് എക്സ്പെക്ടിംഗ് ടു ക്രോസ് 1 crore in a day. 130+ new shows added by replacing Baby John due to poor collection. Emerging of a new പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ. ഇതാണ് ഒരു ഒഫീഷ്യൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് 130ഓളം ഷോകൾ ഇന്ന് വീണ്ടും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബേബി ജോൺ എന്ന ഹിന്ദി സിനിമ റീപ്ലേസ് ചെയ്ത് അവിടുത്തെ കളക്ഷൻ കുറഞ്ഞു. അതായത് 150 കോടി ബഡ്ജറ്റിൽ വന്ന ആ ഒരു സിനിമ മാറ്റി വെച്ചുകൊണ്ട് 30 കോടി ബഡ്ജറ്റിൽ വന്ന, കോടി ബഡ്ജറ്റിൻ്റെ അല്ല പറയുന്നത്, മലയാളത്തിൽ നിന്നുള്ള ഒരു മലയാളി നടൻ്റെ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങുന്നു. അതും കൊടൂരമായിട്ട്. ആദ്യം 140 എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തു, പിന്നെ 360-ന് മുകളിലുള്ള ഷോസ് ആഡ് ചെയ്തു. ഇന്ന് വീണ്ടും എക്സ്ട്രാ ഷോസും അത് അഡീഷണൽ ഷോസും ഒക്കെ ആയിട്ട് പിന്നെയും കൂടുമ്പോൾ 130 റെഗുലർ ഷോ പിന്നെയും ആഡ് ചെയ്യുന്നു. അതും ബേബി ജോൺ പോലെയുള്ള ഒരു സിനിമ മാറ്റിവെച്ച്. ഇന്ത്യൻ സിനിമയിലെ കൊടൂരമായിട്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെയാണ് ഇന്നീ പേര് വന്നിരിക്കുന്നത്. മാർക്കോ ഒരു ബെഞ്ച് മാർക്കായിരിക്കുന്നു. ഈ കേരളത്തിനല്ല, ഇന്ത്യൻ സിനിമയിൽ ഇത്ര വയലൻസ് ഉള്ള ഒരു സിനിമ കണ്ടിട്ടില്ല. ഭാഷയോ ദേശമോ ഒന്നുമല്ല പ്രശ്നമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നു. സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ, അത് ആളി കത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നോർത്ത് ഇന്ത്യ ഫയർ ഇട്ടിരിക്കുകയാണ് മാർക്കോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. ഒപ്പം ആ ഒരു സബ്സ്ക്രിപ്ഷൻ കാര്യം ഓർമ്മിച്ച് വെക്കണം. 3000 സബ്സ്ക്രൈബേഴ്സ് കൂടെ ഇനിയും വേണം. 3 ദിവസങ്ങൾ മാത്രമാണ്. നിങ്ങളെല്ലാവരും കൈയടിച്ച് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ആ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയുള്ളൂ. പ്രതീക്ഷിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.